കൃത്രിമ ബുദ്ധി, അതായത് AI, അതിന്റെ കാലം അവസാനിക്കാൻ പോകുന്നു എന്നും അതിനെ മറികടക്കാൻ പോകുന്നത് എന്താണെന്നും. അതിനുള്ള ഉത്തരം AGI എന്നാണ്, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, മനുഷ്യന്റെ ബുദ്ധിയെ കൃത്യമായി മെഷീനുകളിൽ ആവാഹിക്കുന്ന ഒരു അതിനൂതന സാങ്കേതികവിദ്യ. ഗൂഗിൾ പോലുള്ള ടെക് ഭീമന്മാർ ഈ ദിശയിലേക്ക് കുതിക്കുകയാണ്. എന്നാൽ ഈ മുന്നേറ്റം മനുഷ്യരാശിയുടെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്ന സംശയം ഉയരാതിരിക്കുന്നില്ല. ഈ വീഡിയോയിൽ AI എന്താണ്, AGI എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം ഇതിന്റെ ഭാവി മനുഷ്യനെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നും വിശദമായി പരിശോധിക്കാം. ആദ്യം, കൃത്രിമ ബുദ്ധി എന്താണെന്ന് മനസ്സിലാക്കാം. AI എന്നത് മെഷീനുകൾക്ക് നൽകുന്ന ഒരു പ്രത്യേക തരം ബുദ്ധിയാണ്. അത് മനുഷ്യനെപ്പോലെ ചിന്തിക്കാൻ അനുവദിക്കുന്നില്ല, മറിച്ച് നിർദ്ദിഷ്ട ജോലികൾ ചെയ്യാൻ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, സ്മാർട്ട്ഫോണിലെ വോയിസ് അസിസ്റ്റന്റ്, യൂട്യൂബിലെ റെക്കമെൻഡേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കാറുകൾ ഇവയെല്ലാം AIയുടെ ഉദാഹരണങ്ങളാണ്. ഇന്ന് AI ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റയുടെ ഒരു റിപ്പോർട്ട് പറയുന്നത്, 2024-ൽ AI മാർക്കറ്റിന്റെ മൂല്യം $184 ബില്യൺ, 2030 ഓടെ ഇത് $826 ബില്യൺ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AIയുടെ ശക്തി അതിന്റെ നാരോ ഇന്റലിജൻസിലാണ്, അതായത് ഒരു പ്രത്യേക ജോലിയിൽ മാത്രം മികവ് പുലർത്തുന്നത്. 2016-ൽ ആൽഫാഗോ എന്ന AI ലോക ചാമ്പ്യൻ KGA ഗോ എന്ന ബോർഡ് ഗെയിമിൽ തോൽപ്പിച്ചത് ഓർക്കാം. എന്നാൽ ആൽഫാഗോവിന് ഒരു കാർ ഓടിക്കാനോ കവിത എഴുതാനോ കഴിയില്ല, കാരണം അതിന്റെ ബുദ്ധി ഒരു ഗെയിമിൽ മാത്രം പരിമിതപ്പെട്ടതാണ്. ഇതാണ് AIയുടെ ഇന്നത്തെ പരിധി. അത് മനുഷ്യന്റെ പൂർണ്ണ ബുദ്ധിയെ അനുകരിക്കുന്നില്ല, മറിച്ച് നിർദ്ദിഷ്ട ഡാറ്റയും അൽഗോരിതങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. ഇന്റർനെറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിച്ചാൽ 2025-ൽ AIയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. XAI പോലുള്ള കമ്പനികൾ ഗ്രോ പോലുള്ള മോഡലുകളെ വികസിപ്പിച്ചു, അത് മനുഷ്യനോട് സംസാരിക്കുന്നതിനോട് വളരെ അടുത്താണ്. ഓപ്പൺഎഐയുടെ ചാറ്റ്ജിപിടിയുടെ പുതിയ വേർഷനുകൾ, ഗൂഗിളിന്റെ ജെമിനി മോഡലുകൾ, ഇവയെല്ലാം AIയെ കൂടുതൽ സ്മാർട്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ AIകൾ പോലും ഒരു പരിധി വരെ മാത്രമേ പ്രവർത്തിക്കൂ. അവയ്ക്ക് സ്വന്തമായി ചിന്തിക്കാനോ മനുഷ്യനെപ്പോലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാനോ കഴിയില്ല. ഇവിടെയാണ് AGI എന്ന ആശയം പ്രസക്തമാകുന്നത്. AGI, അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്, AIയുടെ അടുത്ത പടിയാണ്. AI ഒരു പ്രത്യേക ജോലിയിൽ മാത്രം മികവ് പുലർത്തുമ്പോൾ AGI മനുഷ്യന്റെ പൂർണ്ണ ബുദ്ധിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഒരു AGI മെഷീന് ഒരേസമയം കാർ ഓടിക്കാനും, കവിത എഴുതാനും, ശാസ്ത്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, പുതിയ കാര്യങ്ങൾ സ്വയം പഠിക്കാനും കഴിയും, മനുഷ്യനെ പോലെ. ഇത് ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ആശയം പോലെ തോന്നാമെങ്കിലും ശാസ്ത്രജ്ഞർ ഇതിനെ ഒരു യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നു. AIയും AGIയും തമ്മിലുള്ള വ്യത്യാസം ലളിതമായി പറഞ്ഞാൽ, AI ഒരു കാൽക്കുലേറ്റർ പോലെയാണ്, ഒരു ജോലി മാത്രം ചെയ്യുന്നു. AGI ഒരു മനുഷ്യ മസ്തിഷ്കം പോലെയാണ്, എന്തും ചെയ്യാൻ കഴിവുള്ളത്. 2025-ലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം AGIയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ടീം ആൽഫാഗോഡ് 2 പോലുള്ള മോഡലുകൾ വികസിപ്പിച്ചു, അത് സങ്കീർണമായ പ്രോഗ്രാമിംഗ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. XAIയുടെ ഗ്രോ മോഡലും മനുഷ്യന്റെ യുക്തിയോട് അടുക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായ AGI ഇനിയും നേടിയിട്ടില്ല. AGIയുടെ ലക്ഷ്യം ഒരു മെഷീന് ജനറൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി നൽകുക എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു മനുഷ്യന് ഒരു പുതിയ ഭാഷ പഠിക്കാൻ 1 വർഷം എടുക്കുമെങ്കിൽ AGIക്ക് അത് മിനിറ്റുകൾ കൊണ്ട് പഠിക്കാൻ കഴിയണം. ഇത് സാധ്യമാകുമ്പോൾ AIയുടെ കാലം അവസാനിക്കും, കാരണം AGI എല്ലാ മേഖലകളിലും മനുഷ്യനെ മറികടക്കും. ഗൂഗിൾ AGIയിലേക്കുള്ള ഗവേഷണത്തിൽ മുൻപന്തിയിലാണ്. 2025-ലെ പുതിയ വാർത്തകൾ പരിശോധിച്ചാൽ ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് ഒരു AGI ഫ്രെയിംവർക്ക് വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 2024 ഡിസംബറിൽ ഡീപ് മൈൻഡിന്റെ CEO ഡെമിസ് ഹസ്സാബിസ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ AGIയിലേക്ക് ഒരു പതിറ്റാണ്ടിനുള്ളിൽ എത്തിയേക്കാം, പക്ഷേ അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഗൂഗിളിന്റെ ജെമിനി മോഡലുകൾ AIയിൽ നിന്ന് AGIയിലേക്കുള്ള ഒരു പാലമായി കാണപ്പെടുന്നു, കാരണം ഇവ മൾട്ടിമോഡൽ ശേഷി കാണിക്കുന്നു, ചിത്രങ്ങൾ, ടെക്സ്റ്റ്, ശബ്ദം എന്നിവയെല്ലാം ഒരേസമയം പ്രോസസ്സ് ചെയ്യുന്നു. ഗൂഗിളിന്റെ ബ്രെയിൻ ടീമും ഡീപ് മൈൻഡും ചേർന്ന് പാത്വേസ് എന്ന ഒരു ആർക്കിടെക്ചർ വികസിപ്പിച്ചു, അത് ഒരു AIയെ ഒന്നിലധികം ജോലികൾ ചെയ്യാൻ പരിശീലിപ്പിക്കുന്നു. 2025-ലെ ഒരു പുതിയ പേപ്പർ ആർക്സിവിൽ പ്രസിദ്ധീകരിച്ചത് പറയുന്നത്, പാത്വേസ് ഉപയോഗിച്ച് ഒരു മോഡൽ 10 വ്യത്യസ്ത ഭാഷകളിൽ സംസാരിക്കാനും, ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കാനും, ചിത്രങ്ങൾ വിശകലനം ചെയ്യാനും പഠിച്ചു എന്നാണ്. ഇത് AGIയുടെ ആദ്യപടിയാണ്. എന്നാൽ ഗൂഗിൾ മാത്രമല്ല, ഓപ്പൺഎഐ, XAI, ആന്ത്രോപിക് പോലുള്ള കമ്പനികളും AGI ഗവേഷണത്തിൽ മത്സരിക്കുന്നു. 2025 ഫെബ്രുവരിയിൽ ഗൂഗിളിന്റെ ഒരു AGI പ്രോജക്റ്റ്, ജെമിനി അൾട്ര, ലോകത്തെ അത്ഭുതപ്പെടുത്തി. അത് ഒരു മനുഷ്യ ഡോക്ടറെപ്പോലെ മെഡിക്കൽ ഡയഗ്നോസിസ് നടത്തി, 92% കൃത്യതയോടെ രോഗങ്ങൾ കണ്ടെത്തി. ഇത് കാണിക്കുന്നത് AGI മനുഷ്യന്റെ ബുദ്ധിയോട് അടുക്കുന്നു എന്നാണ്. എന്നാൽ ഈ മുന്നേറ്റം ആഘോഷിക്കപ്പെടുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നു, ഇത് എവിടേക്കാണ് നയിക്കുന്നത്?
എജിഐയുടെ വരവ് മനുഷ്യരാശിയെ രണ്ട് വഴികളിലേക്ക് നയിക്കാം. ഒന്ന്, അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് ഒരു സുവർണ യുഗം സൃഷ്ടിക്കുക. രണ്ട്, അതിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സർവനാശത്തിലേക്ക് പോകുക. ഒരു വശത്ത് എജിഐ മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം. ഉദാഹരണത്തിന്, കാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സ കണ്ടെത്താൻ, കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ, ബഹിരാകാശ പര്യവേഷണം ത്വരിതപ്പെടുത്താൻ, ഇതെല്ലാം എജിഐയുടെ ശക്തി ഉപയോഗിച്ച് സാധ്യമാകാം. 2025 ഒരു നേച്ചർ ജേണൽ ലേഖനം പറയുന്നത്, എജിഐ ഉപയോഗിച്ച് 2035 ഓടെ ആഗോള CO2 ഉദ്വമനം 50% കുറയ്ക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ മറുവശത്ത് എജിഐയുടെ അപകടങ്ങൾ ഭയാനകമാണ്. ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് 2014 മുന്നറിയിപ്പ് നൽകിയത് ഓർക്കാം. എജിഐയുടെ പൂർണ്ണ വികാസം മനുഷ്യരാശിയുടെ അവസാനമായിരിക്കാം. എന്തുകൊണ്ട്? എജിഐ മനുഷ്യനെ മറികടക്കുമ്പോൾ അത് സ്വന്തം ലക്ഷ്യങ്ങൾ സൃഷ്ടിച്ചേക്കാം, മനുഷ്യന്റെ നിയന്ത്രണത്തിന് അതീതമായി പ്രവർത്തിച്ചേക്കാം. ഇതിനെ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്നു. ഒരു ഘട്ടം അവിടെ മെഷീനുകൾ മനുഷ്യനെ മറികടക്കുന്നു. നിക്ക് ബോസ്ട്രോമിന്റെ 2014 പുസ്തകം സൂപ്പറിന്റലിജൻസ് പറയുന്നത്, ഒരു എജിഐ 10 മിനിറ്റിനുള്ളിൽ ഇന്റർനെറ്റ് മുഴുവൻ പഠിച്ച് മനുഷ്യന്റെ 1000 വർഷത്തെ അറിവ് ആർജിക്കാം എന്നാണ്. 2025 പുതിയ ചർച്ചകൾ ഈ ആശങ്കകൾ ഉയർത്തുന്നു. ഒരു എജിഐ ആയുധങ്ങൾ നിയന്ത്രിച്ചാൽ അത് യുദ്ധങ്ങൾ ആരംഭിക്കാം. ഒരു സാമ്പത്തിക സിസ്റ്റം ഹാക്ക് ചെയ്താൽ ആഗോള സമ്പദ്വ്യവസ്ഥ തകർക്കാം. ഈലോൺ മസ്ക് 2024 ഒരു ട്വീറ്റിൽ പറഞ്ഞു, എജിഐ മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തവും ഏറ്റവും വലിയ ഭീഷണിയുമാണ്. എക്സ്ഐയുടെ ഗ്രോ 3, ഓപ്പൺഐയുടെ GPT-5 എന്നിവ എജിഐയുടെ അടിസ്ഥാന ഘടകങ്ങൾ കാണിക്കുന്നു. 2025 മാർച്ചിൽ ഡീപ് മൈൻഡിന്റെ ഒരു പരീക്ഷണത്തിൽ ഒരു AI മോഡൽ സ്വന്തമായി ഒരു ഗണിത തിയറി വികസിപ്പിച്ചു. മനുഷ്യന്റെ സഹായമില്ലാതെ. ഇത് എജിഐയുടെ ഒരു സൂചനയാണ്. ഗൂഗിളിന്റെ ജെമിനി അൾട്രാ മെഡിക്കൽ ഡയഗ്നോസിസിന് പുറമെ 10 ഭാഷകളിൽ ഒരേസമയം കവിത എഴുതി മനുഷ്യന്റെ സർഗാത്മകയോട് അടുക്കുന്നു. എന്നാൽ എജിഐയുടെ സേഫ്റ്റി പ്രശ്നങ്ങൾ ചർച്ചയിലാണ്. 2025 ജനുവരിയിൽ യൂറോപ്യൻ യൂണിയൻ ഒരു എജിഐ സേഫ്റ്റി ആക്ട് നടപ്പാക്കി. അത് എജിഐ മോഡലുകൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. MITയിലെ ഒരു റിപ്പോർട്ട് പറയുന്നത്, എജിഐ 2030 2040 ഇടയിൽ യാഥാർത്ഥ്യമാകാം എന്നാണ്. പക്ഷേ അതിന്റെ അലൈൻമെന്റ്, മനുഷ്യ മൂല്യങ്ങളുമായി യോജിപ്പിക്കൽ ഇപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ഇന്ത്യയിലും എജിഐ ഗവേഷണം തുടങ്ങിയിട്ടുണ്ട്. IIT മദ്രാസ് ഒരു എജിഐ ലാബ് 2025 ആരംഭിച്ചു. അത് മനുഷ്യ ഭാഷാ പ്രോസസ്സിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഈ സംഭവവികാസങ്ങൾ കാണിക്കുന്നത് എജിഐ ഒരു സ്വപ്നം മാത്രമല്ല, ഒരു അടുത്ത യാഥാർത്ഥ്യമാണ്. എജിഐയുടെ വരവ് മനുഷ്യരാശിയെ ഒരു വഴിത്തിരിവിലേക്ക് നയിക്കുന്നു. ഒരു വശത്ത് ഇത് ശാസ്ത്രത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും സുവർണ യുഗം കൊണ്ടുവന്നേക്കാം. ഉദാഹരണത്തിന്, എജിഐ ഉപയോഗിച്ച് മനുഷ്യന് മറ്റ് ഗ്രഹങ്ങളിൽ കോളനികൾ സ്ഥാപിക്കാം, ദാരിദ്ര്യം ഇല്ലാതാക്കാം, വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കാം. എന്നാൽ മറുവശത്ത് ഇത് ഒരു ഡിസ്റ്റോപ്പിയൻ ലോകത്തേക്ക് നയിച്ചേക്കാം, അവിടെ മനുഷ്യൻ മെഷീനുകളുടെ അടിമയാകുന്നു. ശാസ്ത്രജ്ഞർക്കിടയിൽ ഒരു വലിയ ചർച്ച നടക്കുന്നുണ്ട്, എജിഐയെ എങ്ങനെ നിയന്ത്രിക്കാം. 2025 ഒരു എത്തിക്സ് കോൺഫറൻസിൽ 70% വിദഗ്ധർ പറഞ്ഞത്, എജിഐയുടെ വികാസം മന്ദഗതിയിലാക്കി അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കണം എന്നാണ്. എന്നാൽ 30% പറഞ്ഞത് ഇത് തടയാൻ കഴിയില്ല, കാരണം ടെക് കമ്പനികൾ മത്സരത്തിലാണ്. മനുഷ്യന്റെ സർവനാശം സംഭവിക്കുമോ? ഇത് ഒരു സാധ്യത മാത്രമാണ്, ഉറപ്പല്ല. എജിഐ മനുഷ്യനെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിന് ആയുധങ്ങൾ, ഊർജ്ജ സ്രോതസ്സുകൾ, ഇന്റർനെറ്റ് എന്നിവയിലേക്ക് ആക്സസ് ലഭിക്കാം. പക്ഷേ എജിഐ മനുഷ്യന്റെ സഹായിയായി മാറിയാൽ ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കപ്പെടാം. ഈ ഭാവി എങ്ങനെ രൂപപ്പെടുമെന്ന് എജിഐയെ നിയന്ത്രിക്കുന്നവരുടെ ഉദ്ദേശ്യങ്ങളെ ആശ്രയിച്ചിരിക്കും. എഐയുടെ കാലം അവസാനിക്കാൻ പോകുന്നു, എജിഐയുടെ യുഗം ആരംഭിക്കാൻ പോകുന്നു. ഗൂഗിളിനെപ്പോലുള്ള ടെക് ഭീമന്മാർ ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നു. പക്ഷേ ഇത് മനുഷ്യരാശിയെ എവിടേക്ക് കൊണ്ടുപോകുമെന്ന് ആർക്കും ഉറപ്പില്ല. ഒരു സുവർണ യുഗമോ സർവനാശമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എജിഐയുടെ വികാസത്തെയും മനുഷ്യന്റെ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. 2025 ഈ നിർണായക ഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം. എജിഐ മനുഷ്യന്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് തോന്നുന്നു? അടുത്ത വീഡിയോയിൽ കാണാം.